അപ്പോൾ ഇന്ന് നമുക്ക് ലൂബിക്കൊണ്ട് 2 ടൈപ്പ് ചമ്മന്തി ഉണ്ടാക്കിയാലോ. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 4 ചുവന്നുള്ളി, 2 ചീനമുളകും 1 വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പിലിട്ട ലൂബിക്ക ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ലൂബിക്ക നമുക്ക് അതിലേക്കിട്ട് കുറച്ചൊരു ടീസ്പൂൺ ലൂബിക്ക ഉപ്പിലിട്ടതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുത്താലും മതി. മിക്സിയിൽ അരച്ചെടുക്കുന്നതിനേക്കാളും ഇങ്ങനെ കൈ വെച്ച് ഉടച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഞാൻ ഒരു രീതിയിലും കൂടി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി ഞാൻ 5-6 ചുവന്നുള്ളി ഒന്ന് ചതച്ച് അതിലേക്ക് കുറച്ച് ചതച്ച മുളകും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അതൊന്ന് മൊരിയിച്ചെടുക്കാം. നമ്മൾ സാധാരണ ഉപ്പേരി താളിക്കാനൊക്കെ മൊരിയിക്കുന്ന പോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പം നല്ല പാകത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഉള്ളി മുളക് മൊരിയിച്ചത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ലൂബിക്ക ചേർത്ത് സ്പൂൺ കൊണ്ട് ശരിയാവില്ല കേട്ടോ, കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. കൈ കൊണ്ട് ഉടച്ചെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.